ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പം 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിനോടാണ്. നമുക്ക് ഓണ എക്സാം അടുത്തിരിക്കുകയല്ലേ, അപ്പം ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയാലോ? അപ്പം ഈ വീഡിയോയിൽ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിലെ ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സമ്മറി എന്താണെന്ന് പറയാം. എന്താണ് ഈ കഥ എന്നുള്ളത്? A very old man with enormous wings by Gabriel Garcia Marquez. A poor couple, Pelayo and Elisenda, find a very old man with huge wings lying in the mud after a storm. അതായത് എന്താണ്? ഒരു കൊടുങ്കാറ്റിന് ശേഷം പാവപ്പെട്ട ദമ്പതികളായ പെലായോയും എലിസന്റയും ചെളിയിൽ കിടക്കുന്ന വലിയ ചിറകുള്ള ഒരു വയോധികനെ കാണുന്നു. വയോധികൻ ആരാണ്? വൃദ്ധൻ. A neighbor believes that he is an angel. അപ്പം അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ അദ്ദേഹം ഒരു ഏഞ്ചൽ ആണെന്ന് വിശ്വസിക്കുന്നു. Instead of helping him, they lock him in a chicken coop and charge people money to see him. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അവർ കോഴിക്കൂട്ടിൽ പൂട്ടിയിടുകയും കാണാൻ വരുന്നവരിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്യുന്നു. Many visitors come, but they treat the old man badly. അപ്പൊ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നു, എന്നാൽ അവർ ആ വയോധികനോട് മോശമായിട്ട് പെരുമാറുന്നു. The old man remains patient and never harms anyone. അപ്പൊ ആ വയോധികൻ ക്ഷമയോടെ എല്ലാം സഹിക്കുന്നു, അദ്ദേഹം ആരെയും ഉപദ്രവിക്കുന്നില്ല. The couple become rich and forget about him. അപ്പൊ ആ ദമ്പതികള് റിച്ച് ആവുന്നു, സമ്പന്നരാകുന്നു, പിന്നീട് അവർ ആ വയോധികനെ മറന്നു പോകുന്നു. After many years, the old man's wings grow strong again. One day he slowly flies away, leaving the couple behind. അപ്പം വർഷങ്ങൾക്ക് ശേഷം ആ വയോധികന്റെ ചിറകുകൾ വീണ്ടും ശക്തമാകുന്നു. ഒരു ദിവസം അദ്ദേഹം പതുക്കെ പറന്നു പോകുന്നു. അപ്പൊ ദമ്പതികളെ അവിടെ വിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പം the story teaches us that people often fail to show kindness and compassion to those who are different or weak. എന്താണ്? വ്യത്യസ്തരായവരോടും ദുർബലരായവരോടും ആളുകൾ പലപ്പോഴും ദയയും കരുണയും കാണിക്കാറില്ല എന്നതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെ? ഇനി ഇതിന്റെ തീം എന്താന്ന് പറയാം, പ്രമേയം, മെയിൻ ഐഡിയ എന്താണ് ഈ കഥയുടെ എന്ന് പറയാം. ഇറ്റ് റിമൈൻഡ്സ് us to treat everyone with empathy and respect. എന്താണ്? എല്ലാവരോടും സഹാനുഭൂതിയോടും ബഹുമാനത്തോടും പെരുമാറണമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. This story comes under the category of magical realism. എന്താണ് magical realism? റിയാലിറ്റിയും ഫാന്റസിയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് എഴുതുന്ന വർക്കുകളെയാണ് മാജിക്കൽ റിയലിസം എലമെന്റ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിയാലിറ്റി? റിയൽ ലൈഫിൽ നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് റിയാലിറ്റി, അല്ലേ? ഇവിടെ പെലായോ, എലിസെൻഡ, അവരുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഫാന്റസി എന്താണ്? നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ. ഈ ഒരു വൃദ്ധനുണ്ട്, അദ്ദേഹത്തിന് ചിറകുണ്ട്, പിന്നെ ഒരു സ്പൈഡർ വുമൺ വരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എഴുതിയിട്ടുള്ള കൈൻഡ് ഓഫ് ജോണറാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഓൾഡ് മാൻ. അപ്പൊ ഓൾഡ് മാൻ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം നോക്കാം. വെരി ഓൾഡ് ആൻഡ് വീക്ക്. എന്താണ് അദ്ദേഹം? വളരെ പ്രായമായതും ശാരീരികമായി ദുർബലനുമാണ്. ഹി ഈസ് എക്സ്ട്രീംലി ഓൾഡ് ആൻഡ് ഫീബിൾ ഇൻ ബോഡി. ഹാസ് ലാർജ് വിങ്സ്. എന്താണ്? അദ്ദേഹത്തിന് വലിയ ചിറകുണ്ട്. ഹിസ് ഇനോമസ് വിങ്സ് മേക്ക് പീപ്പിൾ ബിലീവ് ഹി ഈസ് ആൻ ഏഞ്ചൽ. അപ്പൊ അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ ഒരു മാലാഖയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താണ്? കൈൻഡ് ആൻഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ദയയുള്ളവനും ക്ഷമയുള്ളവനുമാണ്. ഹി ഈസ് ജെന്റിൽ ആൻഡ് കാം. ഹി സഫേഴ്സ് സൈലന്റ്ലി. അപ്പം എല്ലാ കഷ്ടപ്പാടുകളും നിശബ്ദമായി സഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നെവർ ഹാംസ് എനിവൺ. എന്താണ്? അദ്ദേഹം ആരെയും ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നില്ല. ഹി ഡസ് നോട്ട് സ്പീക്ക് ഹേസ്റ്റ്ലി ഓർ ഹേർട്ട് എനിവൺ. എൻഡ്യൂർസ് എവറിത്തിങ്. He patiently accepts cruelty and mistreatment. അപ്പൊ ആളുകളുടെ ക്രൂരതയും മോശം പെരുമാറ്റവും അദ്ദേഹം ക്ഷമയോടെ സഹിക്കുന്നു. പിന്നെ ഫൈനലി ഫ്ലൈസ് അവേ. എന്താണ്? പിന്നീട് അദ്ദേഹത്തിന്റെ ചിറകുകൾ വീണ്ടും ശക്തമാകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത്?
ആകാശത്തേക്ക് പറന്നു പോകുന്നു. When his wings grow strong again, he flies back to the sky. അപ്പൊ ഇനി ഒറ്റ സെന്റൻസ് പറയുകയാണെങ്കിൽ the old man is a patient, gentle and mysterious person who teaches us the importance of kindness and compassion. അപ്പൊ എന്താണ് ആ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ? ക്ഷമയും ദയയും നിറഞ്ഞ ദുരൂഹമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. ദയയുടെയും കരുണയുടെയും പ്രാധാന്യം നമ്മെ അദ്ദേഹം പഠിപ്പിക്കുന്നു. He remained patient through everything and one day he flew away. അപ്പൊ എല്ലാ കഷ്ടപ്പാടുകളും അദ്ദേഹം ക്ഷമയോട് സഹിച്ചു. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം ആകാശത്തേക്ക് പറന്നുപോയി. അപ്പൊ നിങ്ങൾ സെന്റൻസ് ആയിട്ട് പാരഗ്രാഫ് വൈസ് എഴുതുമ്പോൾ ഈ പോയിന്റുകൾ എല്ലാം ഉൾപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ട്രൈറ്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചോണം, മറന്നു പോകരുത്. ഇനി അടുത്ത ക്യാരക്ടർ ആണ് പെലായോ. പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് വന്നാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നോക്കാം. അപ്പൊ ആരാണ് പെലായോ? ഹു ഇസ് ഹി? ആരാണ്? പെലായോ ഇസ് എ പുവർ മാൻ ആൻഡ് എ ഫോർമർ ബെയിലിഫ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പെലായോ ഒരു പാവപ്പെട്ട മനുഷ്യനും മുൻ ബെയിലിഫ്, ബെയിലിഫ് എന്ന് പറഞ്ഞാൽ കോടതി ഉദ്യോഗസ്ഥനും കൂടിയാണ്. അത് എഴുതണം. പിന്നെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് നേച്ചറും എങ്ങനെയാണ്? ഹി ഈസ് എ ഹാർഡ് വർക്കിംഗ് മാൻ, ഹി ഈസ് പ്രാക്ടിക്കൽ, ക്ലെവർ ആൻഡ് ടേക്സ് ഡിസിഷൻസ് ക്വിക്ക്ലി. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രായോഗികമായി ചിന്തിക്കുന്നവനും ബുദ്ധിയുള്ളവനും വേഗത്തിൽ തീരുമാനം എടുക്കുന്ന ആളുമാണ്. വേഗത്തിൽ തീരുമാനം എടുക്കുന്ന എന്താണ്? നമ്മളുടെ ഓൾഡ് മാന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി ഹൗ ഹി ട്രീറ്റ്സ് ദി ഓൾഡ് മാൻ. ഓൾഡ് മാനെ എങ്ങനെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത് എന്ന് നോക്കാം. At first he is frightened. Later he locks the old man in a chicken coop and uses him to earn money. അപ്പൊ ആദ്യം അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. പിന്നീട് ആ വയോധികനെ എന്ത് ചെയ്യുന്നു? കോഴിക്കൂട്ടിൽ പൂട്ടിയിടുകയും അദ്ദേഹത്തെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇനി അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ നോക്കാം. ഹിസ് ചേഞ്ചസ്. ഹി ബിക്കംസ് ഗ്രീഡി ആൻഡ് ഫോർഗെറ്റ്സ് കൈൻഡ്നസ്. അപ്പൊ അദ്ദേഹം ക്രമേണ എന്താവുന്നു? അത്യാഗ്രഹിയായി മാറുന്നു. ദയയും കരുണയും മറന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഹി എൻജോയ്സ് വെൽത്ത് ആൻഡ് ബിക്കംസ് കെയർലെസ് അബൌട്ട് ദി ഓൾഡ് മാൻ. അപ്പം പിന്നീട് ആ വയോധികനെ എന്ത് ചെയ്യുന്നു? ഇവർ അവഗണിക്കുന്നു. അപ്പൊ പെലായോ എന്ന് പറയുന്നത് എങ്ങനത്തെ ആളാണ്? ഹിസ് എ പ്രാക്ടിക്കൽ ആൻഡ് ഗ്രീഡി മാൻ ഹു കെയർസ് മോർ അബൌട്ട് മണി ദാൻ കൈൻഡ്നസ്. അപ്പം ദയേക്കാള് പണത്തിന് പ്രാധാന്യം നൽകുന്ന പ്രായോഗികവും അത്യാഗ്രഹിയുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പെലായോ എന്ന് എഴുതണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്ത് വേണം നിങ്ങൾ എക്സാമിന് എഴുതാനായിട്ട്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെക്കണം. നെക്സ്റ്റ് ക്യാരക്ടറായ എലിസൻഡയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാം. ആരാണ് എലിസൻഡ? ഹു ഈസ് ഷീ? എലിസൻഡ ഇസ് പെലായോസ് വൈഫ് ആൻഡ് ദി മദർ ഓഫ് എ സിക്ക് ചൈൽഡ്. അതായത് പെലായോയുടെ ഭാര്യയും അസുഖബാധിതനായ ഒരു കുട്ടിയുടെ അമ്മയുമാണ് അല്ലെ. അപ്പിയറൻസ് ആൻഡ് നേച്ചർ എങ്ങനെയാണ്? ഷീ ഈസ് കൈൻഡ് ആൻഡ് പ്രാക്ടിക്കൽ വുമൺ. ഷീ ടേക്സ് കെയർ ഓഫ് ഹെർ ഹോം ആൻഡ് ഫാമിലി. അപ്പം എങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു? ദയുള്ളതും പ്രായോഗികമായി ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവൾ തന്റെ വീടും കുടുംബവും നന്നായി നോക്കുന്നു. ഇനി ഓൾഡ് മാനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് എഴുതുമ്പോൾ എന്തെഴുതണം? അറ്റ് ഫസ്റ്റ് ഷീ ഈസ് സർപ്രൈസ്ഡ് ടു സീ ദി ഓൾഡ് മാൻ വിത്ത് വിങ്സ് ബട്ട് ഷീ ഡസ് നോട്ട് ഷോ എനി ക്രൂവൽറ്റി. അപ്പൊ ആദ്യം ചിറകുള്ള ആ ഒരു വൃദ്ധനെ കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. എന്നാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? Later she agrees with her husband's decision to keep him in the chicken coop and allow people to see him. പിന്നീട് ഭർത്താവിന്റെ തീരുമാനത്തോട് യോജിച്ച് അദ്ദേഹത്തെ കോഴിക്കൂട്ടിൽ പാർപ്പിക്കാനും ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് കാണിക്കുകയും ചെയ്യുന്നു. Her changes എന്താണ് അവൾക്ക് വരുന്ന മാറ്റങ്ങള്? She becomes greedy. അപ്പം നല്ലൊരു സ്ത്രീ ആയിരുന്നു, ഭർത്താവിനെയും കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്ന നല്ലൊരു സ്ത്രീ പിന്നീട് എന്ത് ചെയ്യുന്നു? ഗ്രീഡി, അത്യാഗ്രഹിയായി മാറുന്നു. ആൻഡ് ഗെറ്റ്സ് യൂസ് ടു ദി മെമ്മറി ആൻഡ് ഫെയിം. അപ്പൊ പണത്തിനും സുഖ സൗകര്യങ്ങൾക്കും അതിലേക്കൊക്കെ മുഴുകിയിട്ട് എന്താ ചെയ്യുന്നത്? ഷി ഫോർഗെറ്റ്സ് ടു ഷോ കൈൻഡ്നസ് ടു ദി ഓൾഡ് മാൻ. അപ്പം ആ ഒരു വൃദ്ധനോട് ദയയും കരുണയും കാണിക്കാൻ തന്നെ മറന്നു പോകുന്നു അല്ലെ. അപ്പൊ ഇൻ ഷോർട്ട്, അപ്പൊ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എലിസൻഡ ഇസ് എ വുമൺ ഹു പുട്സ് ഹെർ ട്രസ്റ്റ് ഇൻ മണി ആൻഡ് കംഫർട്ട് ആൻഡ് സ്ലോലി ലോസസ് ഹെർ കമ്പാഷൻ. അപ്പൊ എന്താണ്? എലിസൻഡ പണത്തിനും സുഖ സൗകര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീയാണ്. ക്രമേണ അവൾ തന്റെ ദയയും കരുണയും നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആണ് അല്ലെ. ഷി കെയർഡ് മോർ ഫോർ മണി. പണത്തിന് വേണ്ടിയിട്ടും അതുപോലെ കംഫർട്ട്, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഒരുപാട് പണം വേണം എന്ന് ആഗ്രഹിച്ചത്. ദാൻ ഫോർ കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ. മറ്റുള്ളവരെ കരുതാനോ കമ്പാഷൻ കാണിക്കാനോ ഒന്നും അല്ല അവള് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്.
അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മാജിക്കൽ റിയലിസം എന്താണെന്നൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എലമെന്റ്സ് ഓഫ് മാജിക്കൽ റിയലിസം ഇൻ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. അപ്പൊ റിയാലിറ്റിയും ഫാന്റസിയും തമ്മിൽ മിക്സ് ചെയ്യുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ് ഈ കഥയിലുള്ളത് എന്ന് ചോദിക്കും. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ കണ്ടോ, ആദ്യത്തെ ആ ഒരു സെക്ഷൻ നോക്കിയോ. ദി എക്സ്ട്രാ ഓർഡിനറി ഇൻ ദി ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ആ സംഭവം? എ മാൻ വിത്ത് ഹ്യൂജ് വിങ്സ് falls from the sky and is found in a poor couple's courtyard as if it is a normal event. അതായത് വലിയ ചിറകുള്ള ഒരാൾ ആകാശത്ത് നിന്ന് വീണ് ഒരു പാവപ്പെട്ട ദമ്പതികളുടെ മുറ്റത്ത് എത്തുന്നു. അതൊരു സാധാരണ സംഭവം എന്ന പോലെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു എലമെന്റ് ആണ്. ദെൻ the supernatural accepted as real. അത്ഭുതകരമായ കാര്യങ്ങളെ യാഥാർത്ഥ്യമായി സ്വീകരിക്കൽ. അതായത് the neighbors believe he is an angel and everyone accepts it without any question. അതായത് അയൽവാസികൾ അയാൾ ഒരു മാലാഖയാണെന്ന് വിശ്വസിക്കുന്നു അല്ലെ? എല്ലാരും അതിനെ ചോദ്യം ചെയ്യാതെ തന്നെ അംഗീകരിക്കുന്നു. അതൊക്കെ റിയൽ ലൈഫിലുള്ളതാണോ? അല്ല. അപ്പം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ദെൻ എന്താണ്? ബ്ലെൻഡിങ് ഓഫ് റിയാലിറ്റി ആൻഡ് ഫാന്റസി. അതായത് യാഥാർത്ഥ്യവും അതുപോലെ സാങ്കല്പികതയും ഒരുമിച്ച് ചേർക്കുകയാണ്. നോക്കിയേ, people pay money to see him, treat him like an attraction and believe in his divine powers. അപ്പൊ ആളുകൾ പണം കൊടുത്ത് അയാളെ കാണാൻ വരുന്നു, ഒരു കാഴ്ച വസ്തുവായി പെരുമാറുകയും അതുപോലെ ദൈവിക ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? അടുത്തതാണ് സിംബോളിസം ആൻഡ് ഡീപ്പർ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീകാത്മകത എന്ന് പറയും, അതുപോലെ തന്നെ ആഴമുള്ള അർത്ഥവും. നോക്കിക്കോ, the angel represents innocence, kindness and goodness while people's behavior shows greed and cruelty. അതായത് മാലാഖ നിഷ്കളങ്കതയും അതുപോലെ ദയയും നന്മയും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ മറ്റുള്ളവരുടെ പെരുമാറ്റം, അവരുടെ അത്യാഗ്രഹവും ക്രൂരതയും ഒക്കെ കാണിക്കുമ്പോഴും ഏഞ്ചൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നസെൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാം the unexplained. എന്താണ്? വിശദീകരിക്കപ്പെടാത്ത കുറച്ച് രഹസ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? No one knows where he comes from, why he has wings or where he goes when he finally flies away. അപ്പൊ ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അയാൾ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചിറകുകൾ ഉള്ളത്, ഒടുവിൽ പറന്നു പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നിവയൊന്നും ആർക്കും അറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതാം. പിന്നെ ടൈംലെസ്നെസ്. എന്താണ് ടൈംലെസ്നെസ് എന്ന് പറഞ്ഞാൽ? കാലാതീതത എന്ന് പറയും. അതായത് many years pass but the people's attitudes and the angels' patience remain unchanged. അതായത് ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്നു, എന്നിരുന്നാലും ആളുകളുടെ മനോഭാവവും മാലാഖയുടെ ക്ഷമയും മാറാതെ തന്നെ തുടരുന്നു അല്ലെ? ഇനി അടുത്തത് എന്താണ്? ദ ഓർഡിനറി വേൾഡ് വിത്ത് എ മാജിക്കൽ ടച്ച്. അതായത് മാന്ത്രിക സ്പർശമുള്ള സാധാരണ ഒരു ലോകം. അതായത് ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ റിയൽ എവറിഡേ വേൾഡ് വിത്ത് നോർമൽ പീപ്പിൾ യെറ്റ് എ മാജിക്കൽ ഇവന്റ് ചേഞ്ചസ് ദെയർ ലൈഫ്സ്. അതായത് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന യഥാർത്ഥ ലോകത്താണ് കഥ നടക്കുന്നത്, എന്നാൽ ഒരു മാന്ത്രിക സംഭവം അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു. പിന്നെന്താണ്? മാജിക്കൽ ഇവന്റ് വിത്ത് റിയൽ കോൺസിക്വൻസസ്. അതായത് മാന്ത്രിക സംഭവത്തിന് യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ. എന്താണ്? ഹിസ് ഫ്ലൈറ്റ് ഈസ് മാജിക്കൽ ബട്ട് ഇറ്റ് ബ്രിങ്സ് റിയൽ കോൺസിക്വൻസസ് ടു ദി കപ്പിൾ ആൻഡ് ദെയർ ലൈഫ്. അപ്പൊ അയാളുടെ പറക്കൽ ശരിക്കും എങ്ങനെയാണ്? അത്ഭുതകരമാണ്. പക്ഷെ അത് ആ ദമ്പതികളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ മാറ്റങ്ങളും അതുപോലെ തന്നെ പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരു പോയിന്റ് ആണ് മാജിക്കൽ എലമെന്റ്സ് ഓഫ് ദി സ്പൈഡർ വുമൺ. അപ്പൊ ചിലന്തി സ്ത്രീയെ ഓർമ്മയില്ലേ? അതിലെ മാന്ത്രിക ഘടകങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. A woman is turned into a spider by a bolt of thunder and lightning and shown in a traveling show as a real attraction. അപ്പൊ എന്താണ്? ഇടിമിന്നലേറ്റ ഒരു സ്ത്രീ ചിലന്തിയായിട്ട് മാറുന്നു, പിന്നീട് അവളെ ഒരു സഞ്ചരിക്കുന്ന പ്രദർശനത്തിൽ യഥാർത്ഥ കാഴ്ച വസ്തുവായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ സൂപ്പർ നാച്ചുറൽ അക്സെപ്റ്റഡ് ആസ് റിയൽ. അപ്പൊ സൂപ്പർ നാച്ചുറലിനെ റിയൽ ആയിട്ട് കാണുന്നു. എന്താണ്? പീപ്പിൾ അക്സെപ്റ്റ്സ് ഹെർ സ്ട്രേഞ്ച് കണ്ടീഷൻ as real and ask her questions just as they believed the angel was real. അതായത് മാലാഖ യഥാർത്ഥമാണ്, അതായത് ഓൾഡ് മാൻ യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചതുപോലെ ആളുകൾ എന്താ ചെയ്തത്? ചിലന്തി സ്ത്രീയും യഥാർത്ഥമാണെന്ന് കരുതി അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് മാജിക്കൽ എലമെന്റ്സ് വരുന്നത് ഈ ഒരു കഥയിൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നല്ലതുപോലെ പഠിക്കുക. ഇനി നമുക്ക് പെലായോടെയോ എലിസൻഡയുടെയോ ഒക്കെ ഒരു ഡയറി ചോദിക്കാം. അപ്പൊ പെലായോടെ ഒരു ഡയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വെച്ചിട്ട് ഏത് ഡയറി ചോദിച്ചാലും എഴുതത്തക്ക രീതിയിൽ പഠിച്ചു വെക്കുക.
അപ്പൊ നോക്കിയ ഫോർമാറ്റ് എന്താണ്? ഡേറ്റ് വെക്കണം, ഡേ വെക്കണം, ടൈം വെക്കണം. അത് മൂന്നും ആദ്യം വെക്കുന്നു. ഇനി നമ്മൾ ഡയറിയിൽ എഴുതുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഡയറി, ഡിയർ ഡയറി എന്ന് തുടങ്ങുന്നു. ടുഡേ സംതിങ് അൺബിലീവബിൾ ഹാപ്പൻഡ്. എന്താണ്? ഇന്ന് വിശ്വസിക്കാനാവാത്ത ഒരു സംഭവം നടന്നു. ഈ ഒരു ലൈൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് ഡയറി ചോദിച്ചാലും നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ടുഡേ വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ നമുക്ക് എഴുതാം. ദ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഫൈനലി ഫ്ലൂ അവേ. അപ്പൊ വലിയ ചിറകുള്ള ആ വയോധികൻ ഒടുവിൽ പറന്നുപോയി. ഫോർ മെനി ഇയേഴ്സ് ഹി സ്റ്റേഡ് ഇൻ അവർ യാർഡ്. അപ്പൊ ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം ഞങ്ങളുടെ മുറ്റത്ത് താമസിച്ചിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ വാസ് ഫ്രൈറ്റൻഡ് വെൻ ഐ സോ ഹിം. അപ്പൊ ആദ്യമായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഭയന്നു. ലേറ്റർ എലിസൻഡ ആൻഡ് ഐ കെപ്റ്റ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ് ആൻഡ് ചാർജ്ഡ് പീപ്പിൾ മണി ടു സീ ഹിം. അപ്പൊ പിന്നീട് എലിസന്റയും ഞാനും അദ്ദേഹത്തെ കോഴിക്കൂട്ടിൽ പാർപ്പിച്ച് ആളുകളിൽ നിന്ന് കാണാൻ പണം വാങ്ങി. വി ബിക്കെയിം റിച്ച് ബിക്കോസ് ഓഫ് ഹിം. അപ്പൊ അദ്ദേഹം കാരണം ഞങ്ങള് സമ്പന്നരായി. നൗ ആസ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഐ ഫീൽ ഗിൽറ്റി. അപ്പൊ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു എന്ന് പെലായോ എഴുതുകയാണ്. വി നെവർ ട്രീറ്റഡ് ഹിം വിത്ത് കൈൻഡ്നസ് ഓർ റെസ്പെക്ട്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തോട് ദയോടെയോ ബഹുമാനത്തോടെയോ പെരുമാറിയില്ല. He was old, weak and helpless, but we cared more about money than his suffering. അപ്പൊ അദ്ദേഹം വയോധികനും ദുർബലനും നിസ്സഹായനുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ദുരിതത്തെക്കാൾ ഞങ്ങൾ പണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. Even though people insulted and hurt him, he remained calm and patient. അപ്പൊ ആളുകൾ അദ്ദേഹത്തെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം ശാന്തനും ക്ഷമയുള്ളവനുമായിട്ട് തുടർന്നു. When I saw him fly into the sky today, I felt both relieved and ashamed. അപ്പൊ ഇന്ന് അദ്ദേഹം ആകാശത്തേക്ക് പറന്നുയരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസവും ലജ്ജയും ഒരുപോലെ തോന്നി. I have learned that kindness and compassion are more valuable than wealth. അപ്പൊ ദയയും കരുണയും സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി. I will always remember the mysterious old man and the lesson he taught me. അപ്പം ആ ദുരൂഹനായിട്ടുള്ള ആ ഓൾഡ് മാൻ, അദ്ദേഹം എന്നെ പഠിപ്പിച്ച പാഠത്തെയും ഞാൻ എപ്പോഴും ഓർക്കും എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് ഒരു ഡയറി എൻഡ് ചെയ്യാവുന്നതാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മളുടെ പേര് വെക്കാം. നമ്മളെന്ന് ഉദ്ദേശിച്ചത് ആറ് ഡയറിയാണോ ആ ആളുടെ പേര് വെക്കാം, പെലായോ. ഇനി നമുക്കൊരു റിവ്യൂ ക്വസ്റ്റ്യൻ എപ്പോഴും പ്രതീക്ഷിക്കാം. അത് ഏത് ചാപ്റ്ററിന്റെ വേണേലും റിവ്യൂ ചോദിക്കാം. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ സ്റ്റോറിയുടെ റിവ്യൂ, A Very Old Man with Enormous Wings by Gabriel Garcia Marquez. Review. So Gabriel Garcia Marquez, A Very Old Man with Enormous Wings is a beautiful story that mixes reality with fantasy. It is an excellent example of magical realism. അപ്പൊ ഇങ്ങനെ വേണം തുടങ്ങാനായിട്ട്. അതായത് ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെ A Very Old Man with Enormous Wings എന്ന് പറയുന്നത് യാഥാർത്ഥ്യവും സാങ്കല്പികതയും ചേർന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഇത് മാജിക്കൽ റിയലിസത്തിന്റെ മികച്ച ഒരു ഉദാഹരണമാണ് എന്ന് എഴുതിക്കൊണ്ട് തുടങ്ങാം. The story is about a mysterious old man with huge wings who appear in the courtyard of Pelayo and Elisenda after a storm. അപ്പൊ കൊടുങ്കാറ്റിന് ശേഷം പെലായോയുടെയും എലിസെൻഡയുടെയും മുറ്റത്ത് പ്രത്യക്ഷപ്പെടുന്ന വലിയ ചിറകുള്ള ഒരു ദുരൂഹനായ വയോധികനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. Instead of treating him with kindness, people make fun of him and use him to earn money. അപ്പൊ അദ്ദേഹത്തോട് ദയയോടെ പെരുമാറുന്നതിന് പകരം ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും പണം സമ്പാദിക്കാനുള്ള മാർഗമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. The old man is calm, patient and gentle. അപ്പൊ ആ വയോധികൻ എങ്ങനെയാണ്? ശാന്തനും ക്ഷമയുള്ളവനും അതുപോലെ സൗമ്യനുമാണ്. Even when people insult and hurt him, he never becomes angry. അപ്പൊ ആളുകൾ അദ്ദേഹത്തെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല. His character teaches us the importance of patience, kindness and forgiveness. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം ക്ഷമയുടെയും ദയയുടെയും പൊറുക്കലിന്റെയും പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നു. The story also shows the selfishness and curiosity of human beings. അപ്പൊ ഈ കഥ എന്താണ്? മനുഷ്യന്റെ സ്വാർത്ഥതയും അമിതമായ ജിജ്ഞാസയും കാണിച്ചു തരുന്നു, സെൽഫിഷ്നെസ്സും കാണിച്ചു തരുന്നു. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയും കാണിച്ചു തരുന്നു. Most people are interested only in miracles and money, not in helping those who are weak and suffering. അപ്പൊ മിക്ക ആളുകൾക്കും അത്ഭുതങ്ങളിലും അതുപോലെ തന്നെ പണത്തിലും മാത്രമാണ് താല്പര്യം. ദുർബലരും കഷ്ടപ്പെടുന്നവരുമായ ആളുകളെ സഹായിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. The language of the story is simple, but its message is very powerful. അപ്പൊ എന്താണ്? കഥയുടെ ഭാഷ എങ്ങനെയാണ്? സിമ്പിൾ ആണ് അല്ലേ? വളരെ ലളിതമാണ്. അതുപോലെ തന്നെ അതിന്റെ സന്ദേശം എങ്ങനെയാണ്? വളരെ ശക്തമാണ്.
പിന്നെ നമുക്ക് മാജിക്കൽ ഇവന്റ്സിന്റെ എഴുതാം. The magical events make the story interesting while also making us think deeply about human nature. അപ്പൊ കഥയിലെ മാന്ത്രിക സംഭവങ്ങൾ കഥയെ രസകരമാക്കുന്നതോടൊപ്പം മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് നമ്മളെ ആഴത്തിൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു. Overall, A Very Old Man with Enormous Wings is an unforgettable story. അപ്പൊ നമുക്ക് മൊത്തത്തിൽ അങ്ങ് മറക്കാൻ കഴിയാത്തൊരു കഥയാണ് എന്ന് എഴുതാം. It reminds us to treat everyone with love, empathy and respect, no matter how different they may appear. അപ്പൊ ആരായാലും എത്ര വ്യത്യസ്തരായി തോന്നിയാലും എല്ലാവരോടും സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ബഹുമാനത്തോടെയും പെരുമാറണമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. The story reminds us that kindness is more powerful than curiosity and empathy is more valuable than wealth. അപ്പം ജിജ്ഞാസയേക്കാൾ ശക്തമായത് ദയയാണെന്നും അതുപോലെ തന്നെ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് സഹാനുഭൂതിയാണെന്നും ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, പെലായോയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഓൾഡ് മാന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് അറിഞ്ഞതിന് ശേഷം പെലായോയ്ക്ക് ഒരു ലെറ്റർ എഴുതുവാണ്. അപ്പൊ നിങ്ങളാണ് ആ ഫ്രണ്ട് എങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ എഴുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം. അപ്പൊ അതൊരു സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ലെറ്റർ ടു പെലായോ. അപ്പൊ പെലായോയ്ക്കുള്ള കത്താണ്. മാറ്റർ എന്താണ്? ഒരു സുഹൃത്ത് പെലായോയ്ക്ക് വയോധികനെ കുറിച്ചും സമ്പന്നമായ ജീവിതത്തെ കുറിച്ച് എഴുതുകയും മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കത്താണ്. അപ്പൊ നോക്കൂ, ആ കത്ത് തുടങ്ങുകയാണ്, ഡിയർ ഫ്രണ്ട്, പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഐ ഹോപ്പ് യു ആൻഡ് യുവർ ഫാമിലി ആർ ഡൂയിങ് വെൽ. നിങ്ങൾ നിങ്ങളുടെ കുടുംബവും സുഖമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹേർഡ് ദാറ്റ് യു ഹാവ് ബിക്കം റിച്ച് ആൻഡ് നൗ ലീവ് ഇൻ എ ബ്യൂട്ടിഫുൾ ന്യൂ ഹൗസ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ സമ്പന്നനായി മനോഹരമായ ഒരു പുതിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ കേട്ടു. ഐ ഹാപ്പി ദാറ്റ് യുവർ ലൈഫ് ഹാസ് ഇംപ്രൂവ്ഡ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. However, I also heard about the old man with enormous wings. അതുപോലെ തന്നെ വലിയ ചിറകുള്ള മനുഷ്യനെ പറ്റിയും ഞാൻ കേട്ടു. It makes me sad that he was kept in a chicken coop and treated like an attraction. അപ്പൊ അദ്ദേഹത്തെ കോഴിക്കൂട്ടിൽ പാർപ്പിക്കുകയും ഒരു കാഴ്ച വസ്തുവായി പരിഗണിക്കുകയും ചെയ്തു എന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു. സുഹൃത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാമല്ലോ. He was old, weak and helpless, but many people forgot to show him kindness and respect. അപ്പൊ അദ്ദേഹം വയോധികനും ദുർബലനും നിസ്സഹായനുമായിരുന്നു. എന്നിട്ടും പലരും അദ്ദേഹത്തോട് ദയയും ബഹുമാനവും കാണിക്കാൻ മറന്നു. My dear friend, money can make life comfortable, but it cannot replace humanity. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തെ, പണം ജീവിതം സുഖകരമാക്കും, പക്ഷെ അതിന് മനുഷ്യത്വത്തിന് പകരമാകാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം. True happiness comes from helping others and showing compassion to those who are suffering. യഥാർത്ഥ സന്തോഷം മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നതിലൂടെയുമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് പറയാം. We should never use another person's pain for our own benefit. സ്വന്തം നേട്ടത്തിനായി മറ്റൊരാളുടെ ദുഃഖം ഒരിക്കലും ഉപയോഗിക്കരുത്. I hope you will think about your actions and remember the lesson the old man taught us. അപ്പൊ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആ വയോധികൻ നമ്മെ പഠിപ്പിച്ച പാഠം ഓർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Let us always choose kindness over greed and humanity over wealth. അപ്പം അത്യാഗ്രഹത്തെക്കാൾ ദയയെയും സമ്പത്തിനെയുമാണ് നമുക്ക് ക്ഷമിക്കണം, എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? അത്യാഗ്രഹത്തെക്കാൾ ദയയെയും അതുപോലെ തന്നെ സമ്പത്ത്, കണ്ടോ, വെൽത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെയാണ്? മനുഷ്യത്വത്തെയും തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റർ അവസാനിപ്പിക്കാം. വിത്ത് ലവ് ആൻഡ് ബെസ്റ്റ് വിഷസ്, അതായത് സ്നേഹത്തോടെയും എല്ലാ ആശംസകളോടെയും യുവർ ഫ്രണ്ട്. അപ്പം വിത്ത് ലവ് ആൻഡ് ബെസ്റ്റ് വിഷസ് യുവർ ഫ്രണ്ട് എന്നിട്ടൊരു സിഗ്നേച്ചറും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലെറ്റർ എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് അലോട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൻ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.